ഫെബ്രുവരി 6 വൈറ്റ് ഹൗസ് പുറത്തുവിട്ട ഒരു ബ്രീഫിംഗ് ഉണ്ട്, അതായത് ജോയിന്റ് ബ്രീഫിംഗ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത്. കഴിഞ്ഞ് ഫെബ്രുവരി 9 ഫാക്ട് ഷീറ്റ്സ് ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് വലിയ കോൺട്രഡിക്ഷൻസ് ഒന്നുമില്ല. എന്നിരുന്നാലും ഒരു വസ്തുത എന്ന് പറയുന്നത് ഇതാണ്: ഇന്ത്യ വിൽ എലിമിനേറ്റ് ഓർ റെഡ്യൂസ് ടാരിഫ് ഓൺ ഓൾ US ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. പിന്നെ അങ്ങോട്ട് അതിന്റെ ബാക്കി പറയുന്നുണ്ട്. അതിന് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയെ പറ്റി പറയുന്നത് ദേ വിൽ അമെൻഡ് അവർ ടാരിഫ് അമെൻഡ് ചെയ്യും. അപ്പം ഓൺ ഒറിജിനേറ്റിംഗ് ഗുഡ്സ് ഓഫ് ഇന്ത്യ. ഇവിടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വിഷയം. ഇതൊന്നും ഇംഗ്ലീഷ് ഭാഷയെ പറ്റുന്ന തെറ്റുകളോ ഇത് മനസ്സിലാക്കാനൊക്കാത്ത നമ്മുടെ ഉദ്യോഗസ്ഥരൊന്നും അല്ല, വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന വിഷയമാണ്. അപ്പൊ ഇന്ത്യ എലിമിനേറ്റ് റെഡ്യൂസ് എന്ന് വെച്ചാൽ ഇന്ത്യ അമേരിക്കയുടെ പ്രോഡക്റ്റിനുള്ള ടാരിഫ് ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുമെന്ന് പറയുന്നത് എന്തിനാണ്? ഓൾ പ്രോഡക്ട്സ്, ഓൾ എഞ്ചിനീയറിംഗ്. അത് ആ ഡോക്യുമെന്റിനകത്താണ് ഞാൻ വായിക്കുന്നത്. ഓൾ US ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. അതിന് പകരം ഇന്ത്യക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓൺ ഒറിജിനേറ്റിംഗ് ഗുഡ്സ് ഓഫ് ഇന്ത്യ. ഈ ഒറിജിനേറ്റിംഗ് ഗുഡ്സ് ഓഫ് US എന്നുള്ള ടേം ഇവിടെ മിസ്സായത്. ഈ അഗ്രിമെന്റിനകത്ത് എന്തുകൊണ്ട് അമേരിക്കയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വസ്തു എന്ന് പറഞ്ഞില്ലല്ലോ? ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഒരു സാധ്യതയുള്ള ഒരു വിഷയം ഞാൻ പറയാം ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് മാർക്കറ്റ് ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു, കോസ്കോ ഇന്ത്യയിലേക്ക് ഓപ്പൺ അപ്പ് ചെയ്യും. കോസ്കോ അമേരിക്കൻ കമ്പനിയാണ്. കോസ്കോയെ പറ്റി അറിയാവുന്ന ആർക്കും അറിയാം. കോസ്കോയുടെ ബഹുഭൂരിപക്ഷം സാധനങ്ങളും, പ്രത്യേകിച്ച് ഫുഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുന്നത് ന്യൂസിലൻഡിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന്, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്, ആഫ്രിക്കൻ കൺട്രിയിൽ നിന്ന്, പല ഏഷ്യൻ രാജ്യങ്ങൾ, ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ വരുന്നതാണ്. അപ്പൊ ഇവര് കോസ്കോ ഡൽഹിയിലോ അല്ലെങ്കിൽ ബോംബെയിലോ അല്ലെങ്കിൽ ഹൈദരാബാദിലോ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്യുമ്പോൾ അമേരിക്കൻ കമ്പനിയുടെ കോസ്കോ വരുന്ന പ്രോഡക്റ്റിൽ ഒരു സൗത്ത് ആഫ്രിക്കൻ പ്രോഡക്റ്റ് വരുമ്പോൾ അതിനെ നിരോധിക്കാനുള്ള ക്ലോസ് ഇതിനകത്തുണ്ടോ?